ഇത്ര ഉള്ളോ? സാറിനെ പറ്റി ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ വില കൂടിയതാ. എന്തോ കിച്ചു, ഇവിടെ നല്ല പാർട്ടി വേസ് ഉണ്ട്, ഇങ്ങ് വാ. ഇവിടെ നിന്നൊക്കെ ഒരു ഷർട്ട് എടുക്കണ കാശുണ്ടെങ്കിൽ ഫുട്പാത്തിൽ നിന്ന് 3 ഷർട്ട് എടുക്കാം. കിച്ചു, ഒരു ബ്രാൻഡഡ് ഷർട്ട് ഇട്ടാലേ നല്ല കോൺഫിഡൻസ് കിട്ടും. അങ്ങ് എടുക്ക്, ഷൂട്ട് തുടങ്ങാൻ പോവല്ലേ. എടുക്കാല്ലേ? ഏതാ ഈ പാർട്ടി വെയറൊക്കെ? പാർട്ടി വെയർ അല്ലേ? ഇതെങ്ങനെയുണ്ട്? ഇത് കിച്ചുന് വേണ്ട, മാച്ച് ആവില്ല. എവിടെ? ഇത് സാറ് ചേരില്ല സാറേ. സാറ് ബ്ലാക്ക് ആയതുകൊണ്ടാണേ. ഈ ബ്ലാക്കും തമ്മിൽ ചേരാറില്ല. സാറ് വെളുത്തായിരുന്നില്ലേ കറക്റ്റ് ആയിരുന്നെ. നിങ്ങൾ നോക്കി, ഇതെങ്ങനെയുണ്ട്? 130 ഉള്ളൂ. ഇതിൽ കുറഞ്ഞില്ലേ സാറേ? Hey, Ann! Ann Maria. What a surprise! Been long time. Yes, Yeah. it's almost 6 years, right? Yeah, it's been 6 years, hey. Where were you then? अरे कोर्स पूरा करके मैं ऑस्ट्रेलिया चला गया. अभी वहाँ सेटल्ड है. अरे वाह, क्या बात है. थोड़ा सा मोटा हो गया तू. अरे, but I'm still 6-pack. Yes, of course. Yeah. Oh, sorry. Meet my friend Kichu. ഇങ്ങ് വന്നേ. കിച്ചു, ഇത് അമിത്, കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു. Oh, hi man. You okay? Amit, give me your number. Yeah, take it I'll down. call you later. 701-263-7639. See, Amit, I've stored your number, okay? Yeah? Okay. See you then. Bye. Bye. See ya. Nice. അതാരാന്ന് പറഞ്ഞേ? ബാംഗ്ലൂർ പഠിക്കുമ്പോൾ എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു, കോളേജിലെ ഹീറോ. ആൻഡ് യു നോ സംതിങ്, എനിക്ക് വലിയ ആരാധനയും ഇഷ്ടമൊക്കെ ആയിരുന്നു. എവിടെ തീ പിടിച്ചിട്ടുണ്ട്? ഫയർ എഞ്ചിനൊക്കെ പോകണ്ടല്ലോ. ഈ ഇഷ്ടമെന്ന് പറയുമ്പോ ചുമ്മാ ഒരു ഇൻഫാക്ച്വേഷൻ. കോളേജ് കഴിഞ്ഞ പിന്നെ അവൻ എന്നെ വിളിച്ചിട്ട് പോലും ഇല്ല. അവൻ ലൈൻ അടിച്ച ഒരുപാട് പേരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അന്ന് കുറെ വിഷമിച്ചാ ഞാൻ. അല്ലേലും ഈ ചോക്ലേറ്റ് ലുക്കിലും കളറിലും ഹൈറ്റിലും ഒന്നും അല്ലല്ലോ കാര്യം, ക്യാരക്ടർ അല്ലേ പ്രധാനം. വാ, നമുക്കൊരു ഷർട്ട് എടുക്കാം. അവസാനം കിട്ടി സാറേ. ഇത് സാറിന് കറക്റ്റ് മാച്ച് ആയിരിക്കും. ദാ ഇത് കണ്ട എങ്ങനെയുണ്ട്? 100 ഉള്ളൂ. ഇവിടെ മാറി നിന്നെ ഏതോ ഒരുത്തി ഡെയിലി വിളിച്ച് തെറി പറയണേന് ഞാൻ എന്നെ ചെയ്യാനേ. അത് കുഴപ്പമില്ല സഹോ, ഇതും കൂടി പറഞ്ഞ സഹോ. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ടേ നിന്നോട് ചോദിക്കണത്. ഇനി അവളെ ഏതാന്ന് പറയാണ്ട് അർത്ഥം പറയണ പ്രസ്ഥാനമില്ല. എന്താ സഹോ ഇത്? ലാസ്റ്റാന്ന് ഞാൻ ഈ പരിപാടി നിർത്തേണ്. പ്ലീസ് ഒന്ന് പറ. ആ പറ. If you are pulling me this much നീ എന്നെ ഇങ്ങനെ വലിച്ചഴിച്ചാല് to your love, നിന്റെ സ്നേഹത്തിലേക്ക് I don't have any other option. എനിക്ക് പിന്നെ വേറെ വഴിയില്ല. But I love you back. പക്ഷെ ഞാനും തിരിച്ച് സ്നേഹിക്കാണ്ട് പറ്റൂല. എന്ന് വെച്ചാ എന്താടാ? എന്ന് വെച്ചാ നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഞാനും സ്നേഹിക്കാണ്ട് പറ്റൂല്ലോന്ന്. അത്രയുള്ളോ? എടാ ദാസപ്പ, അവക്ക് നിന്നെ ഇഷ്ടാന്ന്. എടാ ദുഷ്ട, ഇനിയെങ്കിലും ഒന്ന് പറയുന്നത് ഏത് കൊച്ചാന്ന്. എടാ ഒന്ന് പറയടാ പ്ലീസ്. എടാ ടിവിയിൽ ലവ് ബേർഡ്സ് പരിപാടി അവതരിപ്പിക്കണ പെണ്ണില്ലേ, തമ്പു വിൽസൺ, അവളാണ്. നീ നാനേല് ഫോട്ടോ കാണിച്ചെന്നില്ലേ ആ പെൺകൊച്ചി. എടാ ദാസപ്പ, നീ ഒരു സംഭവമാ. നീ സെറ്റപ്പാ, നീ മഹാനാ. ഏറെക്കുറെ. ഇന്നല്ലേ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ആ ആ
ബെസ്റ്റ് ഓഫ് ലക്ക്. ആ താങ്ക് യു. ഇന്നാ എന്നാ ടവലോ? ഷോ ഈ അച്ഛൻ ഇന്നിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ? ആ അഭിവാദ്യങ്ങൾ മോനെ. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ചേട്ടാ, ഒരാള് രക്ഷപ്പെടാൻ പോണെന്ന് അറിയുമ്പോ അതുവരെ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാരൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗ് ഇത്. അതല്ലേ? അത് ചേട്ടനെ എനിക്കിട്ട് എന്റെ കഥ കയറുന്നല്ലേ? ഓക്കെ പൊക്കളൂ. അച്ഛനിങ്ങ പോരെ, കഞ്ഞിയായില്ലടി. ഇതിൽ കൂടുതൽ എന്നാ കഞ്ഞിയാവാനാ? ആൻമരി എന്നെ ഫോൺ എടുക്കാതെ പോവാം. അടിപൊളിയായിട്ടുണ്ടല്ലോടാ. നീ തന്നെ കടിങ്ങൾ ക്യാമറ ആണോ? വാ കേറ്. വേഗം പോയ. ഏയ് ഇങ്ങോട്ട് കയറണ്ട, ബാക്കിൽ നിന്നാ ഞാൻ ഓടിച്ചോളാം. എടാ ചെലപ്പോ ഞാൻ ഈ ആന്റണി പെരുമ്പാവൂർ സാറിന്റെ ഒക്കെ ലെവലിലേക്ക് വന്നാല. നീ കേറി. ഓ ഇൻഡോസൾഫാൻ പുറകിന്ന് വിളിച്ച് നാശം. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, അതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഷോ, ഇതിനുള്ള മറുപടി ഞാൻ ചന്ദ്രൻചേട്ടയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി മേടിച്ചോട്ടോ. അല്ല അത് അച്ഛനാക്കി. ഹലോ, അയ്യോ അറിയാതെ മിസ് കോൾ അടിച്ചതാ, ഇനി അടിക്കുകയില്ല. ആൻമരി എന്താണോ ഫോൺ എടുക്കാത്ത? എടാ അവള് പള്ളി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും. ഇന്നിന്റെ പടം തുടങ്ങണല്ലേ? ഇത് കടവിൽ ഡാൻസാണ് വിളിക്കുന്നത്. എന്താ ഡാൻസ് ആണോ? അയ്യോ, നീ അവന്റെ കൂടെ തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ ആ ചെറുക്കൻ വല്ല കടുങ്ങയും കാണിക്കും. ഞാൻ വണ്ടി ഓടിക്കണ വെച്ച് വിളിക്കാം. എന്നാടാ? ആ ബിനീഷിന്റെ പെണ്ണില്ലേ, അവള് കൽപ്പണിക്കാരിയായിരുന്നു. എടാ അവളവനെ തേച്ചിട്ട് പോയിന്ന്. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യണല്ലേ? അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ശരിക്കും ഗ്ലാമർലോമാരെ കാണാൻ നേരത്തുണ്ടല്ലോ ഒരു കുത്തിമറയിലുണ്ട്. പ്ലേറ്റ് വർക്ക് അവളൊക്കെ. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഞാൻ ആ സൈചേട്ടനൊന്ന് വിളിക്കട്ടെ. കിട്ടണല്ലേ? സൈചേട്ടായി, എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് എന്റെ ജീവിതത്തില്. നീ കഥ പറയാതെ വേഗം ലൊക്കേഷനിലോട്ട് വാ. നീ നിന്റെ കൂട്ടുകാരന്റെ വണ്ടിക്ക് വരാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പിന്നെ വണ്ടി വിടായിരുന്നു. ഞാൻ വന്നോണ്ടിരിക്കാണ്. ആ ശരി, വേഗം വാ. അത് നീ ഫോൺ കിട്ടിയല്ലേ? എടാ നമ്മുടെ അരുൺ കോമന്റെ ഷൂട്ട് അവിടെ നടപ്പുണ്ട്. എനിക്കറിയാം, ഞാൻ സാറിനെ കാണാൻ വേണ്ടി ഒരു ദിവസം അവിടെ പോയായിരുന്നു. അപ്പൊ നായികയുടെ കൂടെ ഇരിക്കാനേ 2 പെൺപിള്ളേരെ വേണം. അപ്പൊ നിന്റെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കാരണം ഇനിയിപ്പോ അവർ എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്താന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാ. സൈചേട്ടായി എന്നോട് ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഞാൻ ഏറ്റു. ഓക്കെ എന്നാ വേഗം വാ. ഓക്കെ. എടാ ആരെ വിടും? എന്താടാ? നമ്മളന്ന് അടിമാലിയിൽ ഒരു ലൊക്കേഷനിൽ പോയില്ലേ? ആ പടത്തിൽ അഭിനയിക്കാൻ അർജന്റായിട്ട് 2 പെൺപിള്ളേർ വേണം. പക്ഷെ ഇപ്പൊ ആരാ? ഈ സൈചേട്ടൻ എന്നോട് അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചപ്പോ ഞാൻ കയറി ഏൽക്കുകയും ചെയ്തു. ഇത് അങ്ങനത്തെ റോളൊന്നുമല്ല. പിന്നെ വെറുതെ ഈ നായയുടെ പുറയിലെങ്ങാണ്ട് പോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവമുള്ളൂ. നീ വേറൊരു പേര് പറഞ്ഞേ. നീ വിളിച്ചവനൊരാളുണ്ട്. ആര്? കനി. കനിയോ? നിനക്ക് എന്തിയേ? അവൾ ഇന്നുവരെ ഒരു ഷൂട്ടിംഗ് പോലും കാണാത്ത ആളാ. നീ വിളിച്ചു നോക്കി സഹോ, നിന്റെ കാര്യം അവള് വരും ഉറപ്പായിട്ടോ. അതെ